മഴ തോരും മുമ്പേലെ അലീനയെ കെട്ടിപ്പിടിച്ച് മനു. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, അലീന പോകുന്നതിൻ്റെ സങ്കടത്തിലാണ്, വിഷമത്തിലാണ്, ദുഃഖത്തിലാണ് നമ്മുടെ കടപ്പാട്ടൂർ വീട്. ബാലചന്ദ്രൻ്റെ അടുത്ത് ബബിത ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്തിനാണ് വെറുതെ ആവശ്യമില്ലാതെ അലീന ചേച്ചി പോകുന്നതിന് ഇങ്ങനെ പ്രോത്സാഹനവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്? അച്ഛൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടോ അലീന ചേച്ചി പോകണമെന്ന് ചോദിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മോളെ കാര്യം അങ്ങനെയൊന്നുമല്ല, വെറുതെ കാര്യമറിയാതെ അച്ഛനെ കുറ്റപ്പെടുത്തരുത് എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അച്ഛന് സത്യം പറഞ്ഞാൽ അലീന പോകണമെന്ന് യാതൊരു താല്പര്യമോ യാതൊരു ആഗ്രഹമോ ഇല്ല. ഞാനിപ്പോൾ അതിന് മുൻകൈ എടുത്തില്ലെങ്കിൽ അവൾ തന്നെ പടിയിറങ്ങി എവിടെയെങ്കിലും പോകും. അവൾ അനാഥാലയത്തിലേക്ക് പോകും. അവിടെ ഒരാളുടെ ആവശ്യമുണ്ടെന്ന് അവൾക്ക് അറിയാം. അപ്പോൾ ഞാൻ അലീനയെ കുറച്ചുകൂടി സുരക്ഷിതയായ ഇച്ചിരി കൂടി നല്ലൊരു സ്ഥലത്തേക്ക് വിടാനാണ് ശ്രമിച്ചത് എന്ന് പറയുന്നു. ഇതേ സമയമാണെങ്കിൽ ബബിതയ്ക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട്. എനിക്കും അവളെ വിടണമെന്ന് യാതൊരു ആഗ്രഹമില്ല എന്ന് ബാലചന്ദ്രൻ എടുത്തു പറയുന്ന സമയം അലീന അവിടേക്ക് കടന്നു വരുന്നുണ്ട്. നിങ്ങൾ 4 പേരും എൻ്റെ മക്കളാണ് എന്ന് ബാലചന്ദ്രൻ പറയുകയാണ്. അത് കേട്ട അലീനയ്ക്കും നല്ല രീതിയിൽ സങ്കടമാകുന്നുണ്ട്. എന്തിനാ അലീന ചേച്ചി പോകുന്നത് എന്ന് ബബിത ചോദിക്കുമ്പോൾ, മോളെ പോയേ മതിയാവുകയുള്ളൂ, അതല്ലെങ്കിൽ ശരിയാകില്ല എന്ന് പറയുമ്പോൾ, അതെ അങ്കിളെ നിങ്ങളുടെ അമ്മ വരികയുള്ളൂ, ചേച്ചി ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയെ തിരിച്ചു കിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ദേ അലീനെ, നീ ഇപ്പം അതിനെക്കുറിച്ചൊന്നും സംസാരിക്കണ്ട, അത് ഞാൻ കഴിഞ്ഞ അധ്യായം തുറക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇതേ സമയം അലീന ബാലചന്ദ്രനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ബാലചന്ദ്രൻ അമ്പിനും വില്ലിനും അടുക്കുന്നില്ല. അങ്ങനെ അവർ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ അങ്ങനെ അലീന കിടക്കാനായിട്ട് മുറിയിലേക്ക് വരുന്ന സമയം കൃത്യം മനു വിളിക്കുന്നൊരു കാഴ്ചയാണ് കാണാൻ കഴിയുക, സാധിക്കുക. മനു വിളിച്ചിട്ട് അലീനയോട് ചോദിക്കുന്നുണ്ട്, അലീന എന്തായി കാര്യങ്ങളെന്ന്. ഇതേ സമയം നമ്മൾ അലീന പറയുന്നുണ്ട്, ഞാൻ ചോദിച്ചിട്ട് അച്ഛൻ വന്നില്ല, ഒന്നും പറഞ്ഞില്ല എന്ന് പറയുന്നു. ഇതേ സമയം അങ്കിൾ എന്തായാലും അവിടെ ആ വല്യങ്ങളിനെ, അതായത് ഗംഗാധര മേനോനായ അങ്കിളിനെ കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. അല്ല മനുവേട്ടൻ ഇതെങ്ങനെ അറിഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അങ്കിള് വന്നിട്ടുണ്ട് എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. എന്തോ ആരുടെയോ അഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടാണ് അങ്കിള് പോയത് എന്ന് പറയുന്നതും കൂടി ആകുമ്പോൾ അലീന എന്തൊക്കെയോ കൂട്ടിച്ചേർത്ത് വായിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇവിടെ മനുവാണെങ്കിൽ പറയുന്നുണ്ട്, നീ അകന്നകന്ന് എന്നിൽ നിന്ന് പോവോ, എനിക്ക് ആകെ പേടിയായിട്ട് പാടില്ല എന്ന് പറയുന്നത് കാണാൻ കഴിയും. ഇതേ സമയം മനുവേട്ട, ഒരിക്കലുമില്ല, അതൊക്കെ മനുവേട്ടൻ്റെ തോന്നലാണ്, ഞാൻ ഒരിക്കലും മനുവേട്ടനെ ഉപേക്ഷിച്ചോ നിങ്ങളുടെ മനസ്സിൽ നിന്നോ എങ്ങോട്ടും പോകാനായിട്ട് പോകുന്നില്ല, എനിക്ക് നിങ്ങളെ എല്ലാവരെയും ഒരുപാട് ഇഷ്ടവും ഒരുപാട് സ്നേഹവും തന്നെയാണ് എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട് പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ മനുവാണെങ്കിൽ അത്രമാത്രം മതി, അതുമാത്രം കേട്ടാൽ മതി എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. അങ്ങനെ ഇവിടെ ഗംഗാധരനും ശിവനും കൂടി മനുവിനോട് ചോദിക്കുന്നുണ്ട്, ബാലചന്ദ്രനെ നീ വിളിച്ചിട്ടുണ്ടായോ, ബാലചന്ദ്രൻ സ്റ്റാലിനെ കണ്ടോ, സ്റ്റാലിനെ കണ്ടിട്ട് എന്തെങ്കിലും പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ മനുവാണെങ്കിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തായാലും അങ്ങൾ സ്റ്റാലിനെ കണ്ടു കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അലീനെ സ്വീകരിക്കുന്ന കാര്യത്തെക്കുറിച്ചൊന്നും പറഞ്ഞില്ല എന്ന് പറയുന്നു. കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല, എന്തായാലും ചിലപ്പോൾ ശരിയായി കാണില്ലായിരിക്കും എന്ന് പറയുമ്പോൾ, എന്തായാലും നാളെ നമുക്കൊന്ന് അവിടം വരെ പോകണം, ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കണമെന്ന് പറയുന്ന കാഴ്ച കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ അതാ നേരം വെളുക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ മനുവും ശിവനും ഗംഗാധര മേനോനും കൂടി കടപ്പാട്ടൂർ വീട്ടിലേക്ക് എത്തുകയാണ്.
കടപ്പാട്ടൂർ വീട്ടിലെത്തി നമ്മുടെ ശിവനും കൂടാതെ ഗംഗേട്ടനും കൂടി ബാലചന്ദ്രനോട് സംസാരിക്കുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതേ സമയം ഇവിടെ താഴെ നമ്മുടെ മനുവാണെങ്കിൽ അലീനയോട് മനസ്സ് തുറക്കുകയാണ്. നീ പോയി കഴിഞ്ഞാൽ പിന്നെ താൻ ഒറ്റപ്പെട്ട മാതിരിയാകും, തനിക്ക് സ്നേഹിക്കാൻ ആരുമില്ലാതെയാകും, തൻ്റെ പാതി നഷ്ടപ്പെട്ട മാതിരിയാണ് തനിക്ക് ഇപ്പോൾ തന്നെ തോന്നുന്നത് എന്ന് പറയുമ്പോൾ, എൻ്റെ മനുവേട്ട നിങ്ങളിങ്ങനെ ആയാൽ എന്തു ചെയ്യാനാണ് എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കും. സത്യം പറഞ്ഞാൽ നിങ്ങളല്ലേ എനിക്ക് ധൈര്യം തരേണ്ടത് എന്ന് പറയുമ്പോൾ, അലീനെ നീ പോകുന്നത് ഏറ്റവും വലിയ സങ്കടത്തിലാവുന്നത് ഞാൻ തന്നെയായിരിക്കും. അതായത് നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുന്നു. നിനക്ക് പോകാതിരുന്നുകൂടെ, എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൂടെ, നിനക്കെൻ്റെ ഭാര്യയായിക്കൂടെ എന്ന് മനു ചോദിക്കുന്നു തുറന്ന്. ഇതേ സമയം അലീന പറയുന്നുണ്ട്, അതിനൊക്കെ ഒരുപാട് സമയമെടുക്കും. ഞാൻ വന്നു കഴിഞ്ഞാൽ മനുവേട്ടൻ്റെ അമ്മയോ ഒന്നും എന്നെ സ്വീകരിക്കാനായിട്ട് പോകുന്നില്ല. പിന്നെ ഞാൻ എന്തർത്ഥത്തിലാണ് വരിക എന്ന് ചോദിക്കുന്നു. അത് കേട്ടതും, അതൊക്കെ അമ്മ ഇപ്പോൾ പറയുന്നതല്ലേ, അതൊക്കെ ആ സമയമാകുമ്പോൾ ശരിയായിക്കോളും എന്ന് പറയുമ്പോൾ, എനിക്ക് ആരെയും വേദനിപ്പിച്ച് ആരുടെയും കണ്ണീര് വീഴ്ത്തി അവിടേക്ക് കടന്നു വരണമെന്നില്ല എന്ന് പറയുന്നത് കാണാം. എനിക്ക് മനുവേട്ടന് ഇഷ്ടം തന്നെയാണ്, പക്ഷെ അവർ വന്ന് എന്നെ വിളിച്ചാൽ മാത്രമേ ഞാൻ മനുവേട്ടന് വിവാഹം കഴിക്കുകയുള്ളൂ എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അതേ സമയമാണെങ്കിൽ നിനക്കെന്നെ ഇഷ്ടമാണോ എന്ന് മനു ചോദിക്കുകയാണ്. അപ്പോൾ അലീനയാണെങ്കിൽ അതെ എന്ന് പറയുകയാണ്. ഞാൻ എവിടെ പോയാലും മനുവേട്ടനെ ഒരിക്കലും മറക്കില്ല, മനുവേട്ടനിൽ നിന്നും ഞാൻ അകലാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അലീന കൂട്ടിച്ചേർക്കുന്നുണ്ട് എന്ന് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ മനുവാണെങ്കിൽ അലീനയെ കെട്ടിപ്പിടിക്കുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ അലീനയും മനുവിനെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട്, മനുവേട്ടൻ സങ്കടപ്പെടേണ്ട, ഞാൻ ഒരിക്കലും മനുവേട്ടനെ ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞ് വാക്കു കൊടുക്കുന്ന കാഴ്ച കാണാനായിട്ട് സാധിക്കും പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. ഇതേ സമയം നമ്മുടെ മനു ഒന്ന് പൊട്ടിക്കരയുന്നുണ്ട് എന്നും കാണാൻ സാധിക്കുന്നു. ഇവിടെ വലിയ ചർച്ചയാണ് ബാലചന്ദ്രനും ഗംഗാധരനും ശിവനും കൂടി നടക്കുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ റിവ്യൂവും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും, എല്ലാ പ്രേക്ഷകർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് കൂട്ടുകാരെ, പ്രേക്ഷകർ.